ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന എന്താണെന്നറിയോ? അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റുകളിൽ പോലും ഇത്രയും നല്ലൊരു ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് കിട്ടുമെന്നൊരു സംശയമാണ്. കാരണം എന്താണെന്നറിയോ? അത്രയും വെജിറ്റബിൾസും ചിക്കനും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വേണ്ടത് സവാള കട്ട് ചെയ്യാം. ആദ്യം 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതിനേക്കാളും നിങ്ങൾക്ക് നേർമയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തതോ അങ്ങനെ മതി കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്യാം. അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അതും നല്ല നമ്മൾക്ക് എങ്ങനെയാണോ ചെറിയ പീസാക്കാൻ പറ്റുന്ന അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ കേട്ടോ, നല്ല നേർമയായിട്ട് കട്ട് ചെയ്യുക. ഇതൊക്കെ നേർമയായിട്ട് കട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ, പക്ഷെ ഇത് അധികം നമ്മൾ വേവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ തൽക്കാലം ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അധികം വേവിക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പം കുഞ്ഞുങ്ങൾ കഴിക്കാനൊരു വെജിറ്റബിൾ കടിക്കുമ്പോൾ ഇല്ലേ, കുഞ്ഞുങ്ങൾ കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് കുഞ്ഞുങ്ങൾ കഴിക്കുമല്ലോ. അവരെയും കൂടി നമ്മൾ നോക്കണ്ടേ, നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജും ഇതുപോലെ ഞാൻ ചെറിയൊരു പീസ് മാത്രമേ ക്യാബേജ് എടുത്തിട്ടുള്ളൂ. അതും നമുക്ക് നല്ലോണം ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ലോണം കുനുകുനാന്ന് പറഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ക്യാബേജൊക്കെ പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അത് വഴന്ന് കിട്ടും. പിന്നെ ഇതും കൂടി നമ്മൾക്ക് മാറ്റി വെച്ച് അടുത്തത് നമ്മൾ ചേർക്കുന്നത് ബീൻസാണ്. ബീൻസ് ഒരു 10-12 ബീൻസ് മതി കേട്ടോ. ഇതും അതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രോക്കോളിയാണ് കേട്ടോ. ബ്രോക്കോളി ഞാൻ ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നമ്മൾക്ക് വേവിച്ചിട്ട് എടുക്കണം. കാരണം ഇതിൽ ചിലപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മഞ്ഞളിട്ടിട്ട് ചെറുങ്ങനൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ പീസ് മാത്രം ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് മതി, കൂടുതലൊന്നും എരിവ് വേണ്ട. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. ചിക്കൻ ഇടണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതും നമ്മൾക്ക് മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബ്രോക്കോളി റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ടില്ല മിക്സിയിൽ ചേർത്ത് എടുത്തതാണ്. അതുകൂടാതെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനും അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടികട്ടിയുള്ള നല്ലൊരു പാൻ എടുക്കാൻ. അപ്പം നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ആയാലും പ്രശ്നമൊന്നുമില്ല. 1 സ്പൂണ് പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലില്ല, അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നല്ലപോലെ ചിക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇത്തിരി 1 സ്പൂൺ തന്നെ ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം, ചിക്കിയെടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എഗ്ഗിത റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ പാനിലോട്ടേക്ക് തന്നെ നമ്മൾക്ക് ഇത്തിരിയും കൂടിയും ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇല്ലേ, വെള്ളത്തിൻ്റെ അംശമൊക്കെ അതൊക്കെ ഒന്ന് പോയി അതൊന്ന് ഫ്രൈ ആയി കിട്ടാനുണ്ട് കേട്ടോ. ലേശം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടാനുണ്ട്. അപ്പോൾ ഇതും കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇതും കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റിയെടുത്തിട്ട് പിന്നെ ഞാൻ ഇടുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ, പശു നെയ്യാണ്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ലില്ലേ, തുയ്ക്കുന്നൊരു സ്മെല്ലില്ലേ, അതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് പിന്നെ നമ്മൾക്ക് റോസ്റ്റ് ചെയ്യാനുണ്ട്, വഴറ്റാനുണ്ട് കേട്ടോ. അതും റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് വഴറ്റുന്നത് മാത്രമേ ഉള്ളൂ. സവാള മാത്രമേ കുറച്ചും കൂടി അധികം നമ്മൾ വഴറ്റുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ.
ഓക്കെ, ഇത്രയും വെജിറ്റബിൾസും വേണ്ട കേട്ടോ. ഞാൻ ആകെ ഉണ്ടാക്കുക 1.5 കപ്പ് അരിയാണ്. പക്ഷേ എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണ്, കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെജിറ്റബിൾസ് ഇട്ടത്. നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി, ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചിലർക്ക് വെജിറ്റബിൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബ്രൊക്കോളി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജും ഇട്ടിട്ട്, ക്യാബേജൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അധികം ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ക്യാബേജും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് നമ്മൾ ക്യാപ്സിക്കാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ കഴിഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ എല്ലാം വേവിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന്, ക്യാപ്സിക്കൊക്കെ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് റൈസിൽ. അത് മാക്സിമം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മറ്റേത് വെജിറ്റബിൾസും ഇല്ലെങ്കിലും ക്യാപ്സിക്കം ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള, വേവിക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ, ചൂടുവെള്ളത്തിൽ അതിന് ചിലപ്പം അതിൽ പ്രാണികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിക്കലോ ചൂടുവെള്ളത്തിലോ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗും ചിക്കൻ്റെ പീസുമില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, എന്ത് സ്മെല്ലെന്ന് അറിയാം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. ഓക്കെ, അപ്പോൾ നല്ല വൈറ്റമിൻസാണ് നമ്മളിവിടെ കിടക്കുന്നത്. വെജിറ്റബിൾസും എല്ലാം ഉണ്ടല്ലോ, പ്രോട്ടീനും മിനറൽസും എല്ലാം ഒക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പം ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്കറിയാമല്ലോ, ഇതൊക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തതായിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക. എനിക്ക് മറന്നുപോയി, പിന്നെ ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ. ഓക്കെ, സ്പ്രിംഗ് ഒണിയനും കൂടി നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. അത് മറന്നുപോയി എനിക്ക്, പിന്നെ ലാസ്റ്റാണ് കട്ട് ചെയ്തത്. ഓക്കെ, അതും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. കാരണം സ്പ്രിംഗ് ഓണിയനൊക്കെ ഇതാന്ന് പറയുമ്പോൾ അത് ഒടിഞ്ഞു കുത്തിപ്പോവും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനം സ്പ്രിംഗ് ഓണിയൻ. ഒക്കെ റെഡിയായി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ അളവനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് അങ്ങനെ കുരുമുളക് പൊടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ സോയാ സോസില്ലേ, 1-1.5 ടേബിൾ സ്പൂൺ ഇട്ടാ സോയാ സോസ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് ഫ്രൈഡ് റൈസ് കഴിക്കണമെങ്കിൽ സോയാ സോസൊക്കെ നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് തൽക്കാലം നമ്മളെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈഡ് റൈസ് തന്നെ. ഇത് ഓയിസ്റ്റർ സോസാണ് കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല, എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഒഴിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഫിലിപ്പീൻസിൻ്റെ ഓയിസ്റ്റർ സോസ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിലിപ്പൈൻസാണ് കേട്ടോ. അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഞാനിത് വാങ്ങിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ഞാനിത് ഉപയോഗിക്കുന്നതേ ഇല്ലൂ കേട്ടോ. ഓക്കെ, അതിനായിട്ട് ഞാൻ വാങ്ങി വെച്ചൊന്നുമല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. ഇത് ന്യൂഡിൽസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്. പിന്നെ ഉപ്പുണ്ടോ നോക്കാൻ, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ സോയാ സോസ് ഒഴിച്ചതല്ലേ, ചിലപ്പം അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, കുറച്ച് കൂടുതൽ. നേരത്തെ കുറച്ച് കുറവേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ചോറ് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറില്ലേ, നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ അതും വെക്കാം. ഞാനിത് സാധാരണ നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനും നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ എനിക്ക് അതാണ് ഇഷ്ടം. നെയ്ച്ചോറ് വെക്കുന്നവർക്ക് ഉള്ളിയൊന്നും സവാളയൊന്നും ഇട്ട് വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ. സിമ്പിളായിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം അത് പിന്നെ അങ്ങനെ ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ടും ആക്കാം കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കുറച്ചായിട്ട് വെജിറ്റബിൾസ് ഇട്ടിട്ട് നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല
ഹെവി ഫ്ലെയിമിലിട്ടാ തീ നല്ലോണം കൂട്ടണേ. എന്നിട്ട് അതിന് നല്ലോണം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ചിക്കിയെടുക്കണം. കാരണം ഈ ചിക്കനിലാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത്. എന്നിട്ട് നോക്കാം, കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ടേസ്റ്റ് ഉണ്ടോ, ഇതിലെന്തെങ്കിലും ആവശ്യമുണ്ടോ, കുരുമുളകിൻ്റെ ആവശ്യമുണ്ടോ, ഉപ്പിൻ്റെ ആവശ്യമുണ്ടോ ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾക്ക് കുറച്ച് അടുത്ത സെറ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതും ഹെവി ഫ്ലെയിമിൽ നല്ല പോലെ ചിക്കിയെടുക്കാം. നല്ല ഹെവി ഫ്ലെയിമിൽ വേണം കേട്ടോ. ഇപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ അതേപോലെ ഞാൻ 3 സെറ്റായിട്ടാണ് കേട്ടോ ആക്കിയത്. ഈ ഒന്നര കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്രൈഡ് റൈസ്. അപ്പം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എല്ലാം മിക്സും ഇല്ലേ, നമ്മൾ ആക്കി വെച്ച എല്ലാം ഒന്നിച്ചിട്ടിടാൻ വേണ്ടി ഒന്നിച്ചിട്ടിട്ടിട്ട് നല്ല പോലെ ഒന്നും കൂടി ഫുള്ളായിട്ട് നമ്മൾക്ക് ചിക്കി എടുക്കണം കേട്ടോ. നല്ല പോലെ എല്ലാം കൂടി മിക്സ് ആക്കണം. ഇപ്പോൾ സെറ്റായിട്ടല്ലേ ആക്കിയത്. അപ്പോൾ ഒന്നിച്ചിട്ട് വീണ്ടും എല്ലാം തട്ടി ഇപ്പം ഇതേ പാത്രത്തിലേക്ക് തന്നെ തട്ടിയിട്ട് വീണ്ടും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഹെവി ഫ്ലെയിമിൽ വെച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് സെറ്റായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിന് അജിനിമോട്ടോ ഒക്കെ ഇട്ടത് നമ്മൾക്ക് നമ്മളതായ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും എൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ ചാനലിൽ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.